ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് മാവേലിക്കര നിയോജക മണ്ഡലം ഏകദിന ഹെൽത്ത് ക്യാമ്പ് നൂറനാട് പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മാവേലിക്കര MLA MS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരുന്നതിനും അനുദിനം വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിൻ. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, ഭാരതീയ ചികിത്സാ വകുപ്പ് ആലപ്പുഴ, ഹോമിയോപ്പതി വകുപ്പ് ആലപ്പുഴ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആരോഗ്യം ആനന്ദം കേരള ഹെൽത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 4 പ്രധാന ജീവിതശൈലി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണം, പ്രായാനുസൃത വ്യായാമം, കൃത്യമായ ഉറക്കം, കൃത്യമായ ആരോഗ്യ പരിപാലനം എന്നിവയാണ് വൈബ് ഫോർ വെൽനസ് പദ്ധതിയുടെ 4 പ്രധാന ഘടകങ്ങൾ. മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിലെ വൈബ് ഫോർ വെൽനസിന്റെ ഏകദിന ഹെൽത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നൂറനാട് പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിൽ മാവേലിക്കര MLA MS അരുൺകുമാർ നിർവഹിച്ചു. വലിയൊരു ഹെൽത്ത് ക്യാമ്പയിനാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാവേലിക്കര നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായി 2 ബ്ലോക്ക് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിരുന്നത്. ഇന്നലെ രാവിലെ മാവേലിക്കര ബ്ലോക്കിന്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനം TTI വെച്ച് സംഘടിപ്പിച്ചു. ഇന്ന് ഭരണിക്കാവ് ബ്ലോക്ക് അതിർത്തിയിലുള്ള പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യം ആനന്ദം എന്ന ഒരു മുദ്രാവാക്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. 4 കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ഒന്ന് ആരോഗ്യപരമായ ഭക്ഷണമാണ്, മറ്റൊന്ന് മതിയായ വ്യായാമമാണ്, കൃത്യമായ ഉറക്കമാണ്, ആരോഗ്യ പരിപാലനം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഉണ്ടാകുമെന്ന് പഴമൊഴി വലിയ പ്രസക്തമാകുന്ന കാലഘട്ടമാണ്. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു സമയം. പഴമൊഴിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ വർത്തമാന കാലത്ത് നമ്മുടെ ജീവിത രീതിയും ഭക്ഷണക്രമങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ ആയുഷ് സ്ഥാപനങ്ങളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണം, നല്ല ആരോഗ്യശീലങ്ങളെ പരിചയപ്പെടുത്തുന്ന സെമിനാർ, ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങളെ പരിചയപ്പെടുത്തൽ, ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള യോഗ പരിശീലനം, സൗജന്യ ഹെൽത്ത് സ്ക്രീനിംഗ് ക്യാമ്പ്, കാഴ്ച പരിശോധന, ജീവിതശൈലി രോഗ പരിശോധന, ബോധവൽക്കരണ ക്ലാസുകൾ, ആരോഗ്യ ഭക്ഷ്യമേള, ഔഷധ സസ്യ പ്രദർശനം തുടങ്ങിയവയും സംഘടിപ്പിച്ചു. നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N രാജേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C അനു അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നാഷണൽ ആയുഷ് മിഷൻ DPM ഡോക്ടർ ശ്രീജിനൻ പദ്ധതി വിശദീകരണം നടത്തി. പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ ചാക്കോ, ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന സോമരാജൻ, വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത B, താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജാദേവി P, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സുരേഷ്, നൂറനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാഖി G, നൂറനാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീനിവാസൻ നായർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാത S, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ജയചന്ദ്രൻ, പടനിലം HSS സ്കൂൾ മാനേജർ P അശോകൻ നായർ, വാർഡംഗം ശ്രീജ, പടനിലം ടൗൺ വാർഡംഗം പുഷ്പ C, CPI ജില്ലാ കമ്മിറ്റി അംഗം P സുരേന്ദ്രൻ, INC ജില്ലാ കമ്മിറ്റി അംഗം നൂർനാട് അജയൻ, BJP മാവേലിക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് അശോക് ബാബു, പടനിലം HSS പ്രിൻസിപ്പൽ ശ്രീകല GS, ഹെഡ് മിസ്ട്രസ് ഹേമലേഖ KK, FHC നൂറനാട് മെഡിക്കൽ ഓഫീസർ ജസീന അമാനുള്ള, ആയുഷ് PHC നൂറനാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിഷ് രാജാർ, ആയുർവേദം മാവേലിക്കര LIC ചെയർപേഴ്സൺ അനിത വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ ജെസ്സി മാത്യു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പാട്ടും പറച്ചിലും പരിപാടി സീനിയർ ആർട്ടിസ്റ്റ് സുനിൽ വിശ്വം നയിച്ചു. KCM സ്കൂൾ ഓഫ് നഴ്സിംഗ് ട്യൂട്ടർ
രമ്യ രാധാകൃഷ്ണൻ ഫസ്റ്റ് എയ്ഡ് പരിശീലനം നൽകി. FHC നൂറനാട് ഒപ്റ്റോമെട്രിസ്റ്റ് അനിത മാത്യു കാഴ്ച പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.